Get up. Kirti. Kirti, എഴുന്നേക്ക്. Are you okay now? ആ എരണം കെട്ട മോർച്ചറിയിൽ ആ സ്വാമി പരീക്ഷണം നടത്തേ ആത്മാവിനെ പിടിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നു. അവസാനം അയാൾ മൂപ്പിച്ചപ്പോൾ ചാടിക്കയറി അതിനകത്ത് പോയിട്ട് ആളെ കണ്ടു, നിഴല് കണ്ടു, ബോള് വന്നു. ഞാൻ കണ്ടതാ അരവിന്ദ്. പിന്നെ EMF മീറ്ററിൽ റീഡിങ്ങും കാണിച്ചു. കീർത്തി മാഗ്നറ്റിക് ഫീൽഡിൽ വേരിയേഷൻ വന്നാൽ മതി EMF മീറ്ററിൽ റീഡിങ് കാണിക്കാൻ. അതിന് ആത്മാവ് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു മിന്നൽ അടിച്ചാൽ മതി അതിനകത്ത് വേരിയേഷൻ കാണിക്കും. അതിന് ഇന്നലെ മിന്നലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ നീ പറയുന്നത് എന്താ അവിടെ ആത്മാവുണ്ടെന്നാണോ? എനിക്കറിയില്ല. ഈ അറിയാത്ത കാര്യങ്ങളാണ് വെറുതെ എന്തിനാ ടെൻഷൻ? കീർത്തി, ഈ റിയൽ ഏതാ ഇമാജിനേഷൻ ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. കൺഫ്യൂസ്ഡ് മെൻ്റൽ സ്റ്റേറ്റ് ആണ്. സിംറ്റംസ് കണ്ടിട്ട് ഇതൊരു ഡിലൂഷൻ ഡിസോർഡർ ആവാനാണ് സാധ്യത. ഹേയ്, പേടിക്കാനൊന്നുമില്ല. ഈ ഏർലി സ്റ്റേജ് ആയതുകൊണ്ട് പെട്ടെന്ന് ട്രീറ്റ് ചെയ്താൽ മാറ്റാൻ പറ്റേണ്ടതാണ്. ഐ റെക്കമെൻഡ് ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ പ്രകാശ്. അയ്യോ, ആരോ സീരിയസ് ആയെന്ന് തോന്നുന്നു. പോട്ടെ. ഇതൊരു ടാർ ബാരൽ അല്ല, ഇറ്റ്സ് എ ബിറ്റുമെൻ പ്രൈമർ ബാരൽ. കൺസ്ട്രക്ഷൻ സൈറ്റ്സിലാണ് ഈ കോമ്പൗണ്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളത് ഫോർ വാട്ടർ പ്രൂഫിംഗ്, കോൺക്രീറ്റ് പ്രൈമിംഗ് എക്സെട്ര. ഈ ബാരലിൻ്റെ ഔട്ടർ സർഫസിൽ കാണുന്ന മാർക്കിങ്സ്, ബാച്ച് നമ്പർ, മാനുഫാക്ചറിംഗ് ഡേറ്റ് ആൻഡ് ദ മാനുഫാക്ചേഴ്സ് നെയിം. അക്വാരോ കെമിക്കൽസ്, എ ജാപ്പനീസ് കമ്പനി. കമ്പനിയെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇന്ത്യയിലേക്ക് അയച്ച ബാച്ചാണെന്ന് അവർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ആർക്ക്? സീനിയർ മാനേജ്മെന്റ് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ കമ്പനി ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യൂ. ഐ എം ഫോളോയിങ് അപ്പ്. സർ, നാഷണൽ ക്രൈം റിപ്പോർട്ട്സ് ബ്യൂറോയുടെ ഡാറ്റ പ്രകാരം 2018 വരെ ഇന്ത്യയിൽ നിന്നും കാണാതായിട്ടുള്ളത് 3 ലക്ഷത്തിലധികം പേരാണ്. അതിൽ 50,000-ഓളം സ്ത്രീകളാണ്. അവരിൽ ഓൾമോസ്റ്റ് 70% 18-നും 30-നും ഇടയിലുള്ളവർ. സർ, ഈ ഡാറ്റ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുത്താൽ മേ ബി വി ക്യാൻ. സായി, ദിസ് ഇസ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇന്ത്യക്ക് അകത്തും പുറത്തുനിന്നും ലക്ഷങ്ങളാണ് ഓരോ വർഷം വന്നു പോകുന്നത്. അതിൽ കൊല്ലപ്പെട്ടത് കേരളത്തിലെ പെൺകുട്ടിയാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? കഴിയില്ല സാർ. മാത്രമല്ല, ഹൗസ് ബോട്ട് ടൂറിസത്തിന്റെ മറവിൽ വലിയൊരു സെക്സ് റാക്കറ്റാണ് ഇവിടെ നടക്കുന്നത്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ പലർക്കും ID കാർഡ് പോലും ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ സെക്സ് റാക്കറ്റ്സിനെതിരെ ഗവൺമെന്റ് ഒന്നും ചെയ്യാറില്ല. മീഡിയ ആണെങ്കിൽ ഒരു അക്ഷരം ഉണ്ടാറില്ല. നമ്മളായിട്ടൊരു ആക്ഷൻ എടുക്കാറുമില്ല. എങ്ങനെ ആക്ഷൻ എടുക്കും സാർ? ടൂറിസത്തിനെ വളരെ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടേത്. മറ്റധികാരി കൈവച്ച വരുമാനം കുറയും. അതാണോ സത്യം ഇവിടുത്തെ കൺസേൺ? അല്ല സാർ, പക്ഷെ പറയാനുള്ളത് പറഞ്ഞല്ലേ വെക്കൂ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാർ. ആ കിട്ടിയ ഫിംഗർ പ്രിന്റ് ആധാറുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ചത്തവളയോ കൊന്നവനെയോ ആരെങ്കിലും നമുക്ക് കിട്ടിയാനെ. പക്ഷെ പറ്റില്ലല്ലോ. ആധാർ ആക്ട് എന്തിനാണോ എന്തോ ഇങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ സിസ്റ്റമേ ശരിയല്ല സാർ. ശരിയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് പറയാം. സായി, എന്റെ ഒരു ഒറ്റ ഉറപ്പിന്മേല മിനിസ്ട്രി കേസ് തന്നെ ഏൽപ്പിച്ചത്. ഡോണ്ട് പ്രൂവ് മീ റോങ്. സർ, വി ആർ ഓൺ ദ മൂവ്. പറഞ്ഞ സമയത്തിനുള്ളിൽ ബിഫോർ ദി ഇലക്ഷൻ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കും. യു ഹാവ് മൈ വോട്ട്. അല്ല മാഡം, ഏത് പ്രായത്തിലുള്ള പിള്ളേരെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. 22 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള നല്ല കിളിന്ത് പിള്ളേരുടെ കയ്യിൽ. റേറ്റൊക്കെ 1 മണിക്കൂറിന് 5000, ഫുൾ നൈറ്റ് പോകുമ്പോൾ 15000, 24 മണിക്കൂറിന് 25,000 രൂപ. കറുത്തതും വെളുത്തതും ഒക്കെ ഉണ്ട് മാഡം. എല്ലാം ചെയ്യുന്നു. മാഡം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ആളെ അങ്ങോട്ട് വിടാം. ഓക്കെ മാഡം, ഞാൻ വൈകിട്ട് ആളെ വിടാം. ASP സായിറ, ക്രൈം ബ്രാഞ്ച്. സർക്കിൾ ഇൻസ്പെക്ടർ സത്യൻ. ഇത് കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ടുണ്ട് സാറേ, TV-യിൽ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓ, TV-യിൽ. ജാപ്പനീസ് കമ്പനിയായ അക്വാരോ കെമിക്കൽസിൽ നിന്നും 2017 ഡിസംബർ 9 ഈ 250 ലിറ്റർ ബിറ്റുമിൻ പ്രൈമർ ബാരൽ ഓർഡർ ചെയ്തത് കെമിസ്ട്രി സൊല്യൂഷൻസ് എന്ന കേരള കമ്പനിയാണ്. 2018 ജനുവരി 15 ഇറ്റ് വാസ് ഡെലിവേർഡ് ടു കെമിസ്ട്രി സൊല്യൂഷൻസ് പ്രൊപ്പറേറ്റർ ജയൻ. നാട്ടിൽ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ ജയ. പിന്നെ എന്തിനാ അങ്ങ് ജപ്പാനീന്ന് ഇറക്കിയത്? അയ്യോ, അന്ന് ഈ സാധനമൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല സാറേ. അപ്പൊ ഇത് പുറത്തുനിന്ന് തന്നെ വരുത്തണം. കോൺട്രാക്ടർമാരും പിന്നെ എഞ്ചിനീയർമാരും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അവരാരെങ്കിലും കടയിൽ നിന്ന് മേടിച്ചായിരിക്കും സാറേ. അപ്പൊ കൊന്നത് നീയല്ല? അയ്യോ സാറേ, അല്ല. ഞാൻ മാനവമര്യാദയായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ പെൺവാണിഭ സംഘങ്ങളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ചെയ്യാൻ. അല്ല, ഈ TV-യില് വാർത്തയിലൊക്കെ വന്നോണ്ട് അങ്ങനെ പറഞ്ഞാണ് സാറേ. ഓ, വാർത്തയെ കാണാറുണ്ടല്ലേ? ലൈറ്റ് ഉണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. അപ്പോൾ ജയ, ഓർഡർ ചെയ്ത ഈ ഐറ്റം ജയന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങിയതാണെങ്കിൽ ആ ബയറുടെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വേണം. കടയിൽ നിന്ന് സാധനം മേടിക്കുന്നവരുടെ ലിസ്റ്റൊന്നും നമ്മൾ കയ്യിൽ വെക്കാറില്ല. ഈ അടുത്ത കാലത്തെങ്ങാനും ഒരു നീ നോക്കായിരുന്നു. ഇത് 3-4 വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ സാറേ തപ്പിയെടുക്കണം നമ്മള്?
സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞ് കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ വിളിച്ച് പറയുമ്പോൾ ഇതുപോലെ സൈറ്റിൽ എത്തിച്ച് കൊടുക്കാറില്ലേ ജയ പതിവ്? അപ്പൊ അവരുടെ ഒക്കെ ഫോൺ നമ്പറും പേരും ജയന്റെ കയ്യിൽ ഉണ്ടാവില്ലേ? 2018 കൃത്യമായിട്ട് ആ വർഷത്തെ കിട്ടുകയാണെങ്കിൽ സന്തോഷം. അവിടെ കടയിൽ വന്ന് മേടിക്കുന്നവരുടെ ഡീറ്റെയിൽ ഒരു ഡയറിയിൽ ഉണ്ടായിരുന്നു. അതാ 2018 പ്രളയം വന്നോടുകൂടി അതൊക്കെ ഒഴുകി പോയി സാറേ. അയ്യോ പാവാ സാറേ, നമുക്ക് കൊണ്ടുപോയി കെട്ടിത്തൂക്കിട്ടെ ഈ മറ്റേ കമ്പിപ്പാര കയറ്റിയ മണിമണി പോലെ പറയും സാർ. അയ്യോ സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയാനും പാടില്ല സാറേ. എന്തിനാ സാറേ നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ജയ, നിനക്ക് 3 ദിവസം ഉണ്ട് സമയം. ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പൊ നീയേ ഉള്ളൂ. നിനക്ക് മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. ന്യൂസിലൊക്കെ വരും, മാനവും മര്യാദയും ഒക്കെ പോകും. ഗുഡ് ലക്ക്. ഇത് ചെയ്തത് നീയാണെങ്കിൽ ജയ, നിന്റെ ഈ കെമിസ്ട്രിയിൽ ഞങ്ങൾ കുറച്ച് ഫിസിക്സ് കയറ്റും. അതോടുകൂടി ഈ ബോഡി ബയോളജിക്ക് പോലും വേണ്ടാതായി പോകും. മനസ്സിലായ? ഇവിടെ കേരള പോലീസ് സൂക്ഷിച്ചു.